ഹായ് ഓൾ, ഈ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രസന്റ് വാല്യൂ, ഫ്യൂച്ചർ വാല്യൂ, ആനുവിറ്റി ആപ്ലിക്കേഷൻസ്, അതിൻ്റെ കുറച്ച് അഡീഷണൽ പ്രോബ്ലംസ് ആണ്. സോ ദാറ്റ് മീൻസ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രസന്റ് വാല്യൂ ആണോ, ഫ്യൂച്ചർ വാല്യൂ ആണോ, ആനുവിറ്റി റെഗുലർ ആണോ, ആനുവിറ്റി ഡ്യൂ ആണോ, അല്ലെങ്കിൽ സിംഗിൾ ക്യാഷ് ഫ്ലോ ആണോ, സിംഗിൾ ക്യാഷ് ഫ്ലോയുടെ പ്രസന്റ് വാല്യൂ ആണോ, ഫ്യൂച്ചർ വാല്യൂ ആണോ കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത്, പ്ലസ് ഏത് ഫോർമുല അപ്ലൈ ചെയ്യണം, ദെൻ നമ്മുടെ ഒരു ടൈം ലിമിറ്റിൽ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മിസ്റ്റർ എക്സ് ഇൻവെസ്റ്റ് rupees 10,000 every year starting from today for the next 10 years. Suppose interest rate is 8% per annum compounded annually. Calculate future value. Okay, so നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഫ്യൂച്ചർ വാല്യൂ ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഇനിയാണ് അറിയേണ്ടത് ഇതൊരു സിംഗിൾ ക്യാഷ് ഫ്ലോ ആണോ, ആനുവിറ്റി റെഗുലർ ആണോ, ആനുവിറ്റി ഡ്യൂ ആണോ. Okay, so rupees 10,000 every year, that means annuity starting from today, that means first payment will be at the beginning of the period, that means annuity due. So that means നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, future value of annuity due. Okay, so future value ANI formula എന്താണ്, A into 1 plus I the whole raised to n minus 1 divided by I, like the annuity regular into 1 plus I. So ഇവിടെ A എത്രയാണ്, A equal to 10,000, then I is equal to 0.08, n is equal to 10, substitute ചെയ്യാം, 10,000 into 1.08 the whole raised to 10 minus 1 divided by 0.08 into 1.08. Okay, so എപ്പോഴും ശ്രദ്ധിക്കാം, നമുക്ക് ഇൻ ബിറ്റ്വീൻ സ്റ്റെപ്പ് വാല്യൂ 0.00 അങ്ങനെ എഴുതിയ ആൻസർ ചെയ്തിട്ടെങ്കിൽ നമുക്ക് എക്സാമിന് ചെയ്യുന്നത്. സോ കാൽക്കുലേറ്ററിൽ നമുക്ക് ഒന്നുകിൽ ക്വസ്റ്റ്യൻ ഇതേപോലെ ഗിവൺ ആയിരിക്കും. സോ ഗിവൺ ആണ്, ക്വസ്റ്റ്യൻ ഗിവൺ ആണ് 1 plus 0.08 all raised to 10 means 1.08 all raised to 10. So നേരെ എടുക്കുക 2.15895 then minus 1 then divided by 0.08 into 1.08. So അപ്പോൾ കിട്ടുന്നത് into 10,000. Okay, കിട്ടും 1,56,454 1,56,454.88. Okay, so answer 1,56,454. Now question കിട്ടി every year നിന്ന് അത് annuity ആണ് മനസ്സിലായി. Starting from today and the first payment at the beginning of the period means annuity due. Okay, so then next question, the present value of annuity of rupees 30,000 for 15 years at 4.5% per annum. Okay, so present value formula എന്താണ്, V is equal to A into PNI. PNI means annuity factor. Okay, so നമുക്ക് ഇവിടെ എന്താണ് annuity of 3,000 every year, that means A ഉണ്ട് 3,000, PNI കണ്ടുപിടിക്കാനായിട്ട് അല്ലെ. PNI നമുക്ക് വലിയ ഫോർമുല ഉണ്ട്, എന്താണ് 1 plus I the whole raised to n minus 1 divided by I into 1 plus I the whole raised to n. നമ്മൾ ആ ഫോർമുല യൂസ് ചെയ്യില്ല, കാൽക്കുലേറ്റർ ഷോർട്ട് കട്ട്. Okay, so 1 divided by 1 plus I, I എത്രയാണ് 4.5%, that means 0.05. 1 divided by 1.045 എത്ര ടൈംസ് ആണ്, 15 years. Okay, so കാൽക്കുലേറ്ററിൽ എന്ത് ചെയ്യണം, 1 divided by 1.045 equal to 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 times equal to then GT. so എത്ര കിട്ടും 10.7349. അത് കാൽക്കുലേറ്റർ അതേ വാല്യൂ കിട്ടി into 3,000. Okay, so എത്ര കിട്ടും, സോ കിട്ടിയത് നമുക്ക് ആ ഒരു ഫിഗർ കിട്ടിയത് വേണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇവിടെ എഴുതാം, 10.73954572. Okay, ഞാൻ പറയുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഈ ഒരു ഫിഗർ, വലിയ ഫിഗർ പോയിന്റ്, ഇത്രയും വലിയ പോയിന്റിന് ശേഷം ഇത്രയും വലിയ ഫിഗർ എഴുതുന്നതിന് മാർക്കില്ല. സോ കാൽക്കുലേറ്ററിൽ കിട്ടുന്ന ആ ഫിഗർ into 3,000. Okay, so നമുക്ക് കിട്ടും 32,218.6. Okay, ഓർമ്മ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഏറ്റവും അടുത്ത് വരുന്ന ആൻസർ എന്താണ്, 32,218.67. Okay, so answer
32,218.6. The next one, how much amount is required to be invested every year so as to accumulate rupees 3 lakh at the end of 10? So 10 years, if the interest is compounded annually at 10%. So നമുക്ക് എന്താണ് ഇൻവെസ്റ്റഡ് എവരി ഇയർ, അതിൽ നിന്ന് മനസ്സിലായി ആനുവിറ്റി ആണ്. ആനുവിറ്റി പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ആനുവിറ്റി റെഗുലർ ആണ്. അക്യുമുലേറ്റ് 3 lakh at the end of 10th year. Okay, so 10 year കഴിഞ്ഞിട്ട് after 10 years, okay, after 10 years, that means 10 years കഴിയുമ്പോൾ നമുക്ക് എത്ര വേണം? 3 lakh. So that means 10 വർഷം കഴിയുമ്പോഴുള്ള 3 ലക്ഷം മീൻസ് എന്താണ്? ഫ്യൂച്ചർ വാല്യൂ. ഫ്യൂച്ചർ വാല്യൂ തന്നിരിക്കുന്നു. സോ നമുക്ക് എന്ത് ചെയ്യണം? ആനുവിറ്റി. സോ ANI അല്ലെങ്കിൽ ഫ്യൂച്ചർ വാല്യൂ ഫോർമുല എന്താണ്? A into 1 plus I the whole raised to n minus 1 divided by I. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സോ ഫ്യൂച്ചർ വാല്യൂ അറിയാം, 3 lakh is equal to A കണ്ടുപിടിക്കണം. A into ഇവിടെ I എത്രയാണ്? I equal to 0.10, n is equal to 10. So 1.10 the whole raised to 10 minus 1 divided by 0.10. Okay. So calculator ചെയ്യുക. ഇവിടെ ക്വസ്റ്റ്യനിലൊന്നും അവൈലബിൾ അല്ല. So 1.1 into equal to 2 times, then equal 3, 4, 5, 6, 7, 8, 9, 10, then minus 1 divided by 0.10. ആ കിട്ടുന്ന വാല്യൂ നേരെ മെമ്മറി പ്ലസ് ചെയ്യുക. ബിക്കോസ് ആ ഫിഗർ എഴുതിയെടുത്ത് സമയം കളയരുത്. ഇവിടെ നമുക്ക് A equal to 3 lakh by ഈ കിട്ടിയ സംതിങ് ആണ്. സോ കാൽക്കുലേറ്ററിൽ M പ്ലസ് അടിച്ച് മെമ്മറിയിൽ ചെയ്യുക. ദെൻ 3 lakh ഡിവൈഡഡ് ബൈ മെമ്മറി റീകോൾ ചെയ്യുക, MRC അടിക്കുക. സോ ആൻസർ സോ ഏറ്റവും എന്താണ് 18,823.6. ഏറ്റവും അടുത്ത് വരുന്നത് 18,823.65 ഏറ്റവും. ഓക്കെ, സോ 18,823.65 ഏറ്റവും അടുത്തുള്ള റൗണ്ട് ഓഫ് ഡിഫറൻസ് ഉണ്ടാവും. നൺ ഓഫ് ദീസ് എന്നുള്ള ചെറിയൊരു പോയിന്റിനകത്ത് വരുന്ന വ്യത്യാസത്തിൽ നൺ ഓഫ് ദീസ് എന്നുള്ള ആൻസർ നമ്മൾ ചൂസ് ചെയ്യരുത്. ഇവിടെ നൺ ഓഫ് ദീസ് ഇല്ല. സോ നോർമലി ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് വരുന്ന ആൻസറിലേക്ക് തന്നെ പോവുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, we purchases a car for rupees 5,50,000. He gets a loan of rupees 5 lakh at 15% per annum from a bank, and balance of rupees 50,000 he pay at the time of purchase. He has to pay the whole amount of loan in 12 equal monthly installments with interest starting from the end of the first month. So, the money has to pay at every month is. Okay, so that means purchase കാർ എത്രയാണ്? 5,50,000. അതിൽ സോ ലോൺ എത്ര എടുത്തു? 5 lakhs. ഓൺ ഫണ്ട് സ്വന്തം കയ്യിൽ നിന്ന് എടുത്തു? ഓൺ 50,000. ഓക്കെ, സോ നമുക്കിനി എന്താണ്? ഇതെന്താണ് കഴിഞ്ഞു. ഇതിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. ലോണിന് അഗെയിൻസ്റ്റ് ആണ് നമുക്ക് എന്ത്? നമ്മൾ റീപേയ്മെന്റ് വരുന്നത് 5 lakhന് അഗെയിൻസ്റ്റ് ആണ്. സോ 5 lakh rupees നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട്. 15% ഇൻട്രസ്റ്റ് റേറ്റിൽ 12 ഈക്വൽ മന്ത്സ് ആയിട്ട് നമ്മൾ എങ്ങനെ റീപേ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരും, നമ്മൾ ഫ്യൂച്ചർ വാല്യൂവിന്റെ എടുക്കണോ പ്രസന്റ് വാല്യൂവിന്റെ ഫോം എടുക്കണം. സോ ഓക്കെ, നമുക്ക് നോക്കാം. ഈ ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 lakh rupees നമുക്ക് എപ്പോൾ കിട്ടും? റൈറ്റ് നൗ അല്ലേ? ലോൺ എടുത്താൽ ഇന്ന് കിട്ടും. ദാറ്റ് മീൻസ് പ്രസന്റ് വാല്യൂ. ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് കൂടെ ചേർത്തിട്ട് ഈക്വൽ പേയ്മെന്റ്. ദാറ്റ് മീൻസ് എപ്പോഴും ലോൺ എടുക്കാൻ മീൻസ് നമ്മൾ എപ്പോഴും എന്താണ്? പ്രസന്റ് വാല്യൂവിന്റെ ആപ്ലിക്കേഷൻ ആണ്. സോ V is equal to A into PNI. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. V നമുക്കറിയാം 5 lakhs ലോൺ എമൗണ്ട് അറിയാം. 5 lakhs ഈക്വൽ ടു A ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ PNI നമ്മൾ കാൽക്കുലേറ്റ് കണ്ടുപിടിക്കാനായിട്ട് 0.15 ആണ് പെർ ആനം. സോ നമുക്ക് പെർ മന്ത് ആണ് വേണ്ടത്. 0.15 ഡിവൈഡഡ് ബൈ 12. സോ 0.0125. 0.0125. ഓക്കെ, 0.0125 ആണ് നമ്മുടെ I. സോ എത്ര ഇത് മാസം? നമുക്ക് 1 ഡിവൈഡഡ് ബൈ 1.0125 നമുക്ക് 12 months ആണ്. സോ ഈക്വൽ ടു 12 times then GT. 1 ഡിവൈഡഡ് ബൈ 1.0125 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ, then GT അടിക്കുമ്പോഴത്തേക്കും 11 point something എന്ന് വരും. 11.07. ഓക്കെ, നമുക്ക് ആൻസർ എഴുതുകയാണെങ്കിൽ നമുക്ക് എക്സാം പോയിട്ട് എഴുതുന്നതിൽ മെമ്മറി പ്ലസ് അടിക്കുക 0793. കാരണവശാൽ നമ്മൾ ഫിഗർ എഴുതി സമയം കളയരുത്. നേരെ മെമ്മറി പ്ലസ് അടിക്കുക. ദെൻ ഇവിടെ ഡിവിഷൻ ആയിട്ട് 5 lakh ഡിവൈഡഡ് ബൈ ദെൻ കാൽക്കുലേറ്റർ MRC അടിക്കുമ്പോഴത്തേക്കും നമുക്ക് എത്ര എത്തും? 45,130 പോയിന്റ് സംതിങ്. ഇവിടെ നോക്കുകയാണെങ്കിൽ 45,130.43
0.43. Then next, so നമ്മുടെ ലോൺ വന്നാൽ നമ്മളെപ്പോഴും എന്തിന്റെ ആപ്ലിക്കേഷൻ ആയിരിക്കും? പ്രസന്റ് വാല്യൂറ്റിയിലെ പ്രസന്റ് വാല്യൂ ആപ്ലിക്കേഷൻ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. Then next one, a company established a sinking fund to provide for the repayment of rupees 2 lakhs debt maturing in play. So 20 വർഷം കഴിഞ്ഞ് എനിക്ക് എത്ര വേണം? 2 ലക്ഷം രൂപ വേണം. സോ അതിനകത്ത് ഞാൻ എവറി ഇയർ 5% ഇൻട്രസ്റ്റ് റേറ്റിൽ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യണം? നമുക്ക് എന്തെടുക്കാം? എഫ് ഈസ് ഈക്വൽ ടു അല്ലേ. സോ ദാറ്റ് മീൻസ് ഫ്യൂച്ചർ വാല്യൂ, ഫ്യൂച്ചറിൽ 2 ലക്ഷം വേണം. എഫ് എത്ര എടുക്കാം? 20 വർഷം കഴിഞ്ഞ് 2 ലക്ഷം വേണം. നമുക്ക് ഫ്യൂച്ചർ വാല്യൂ ഈസ് ഈക്വൽ ടു ആനുവിറ്റി റെഗുലറിനാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ആനുവിറ്റി ANI അല്ലെങ്കിൽ എഫ് അല്ലെങ്കിൽ ANI is equal to A into 1 plus I the whole raised to n minus 1 divided by I. ഇവിടെ I എത്രയാണ്? I is equal to 0.05. So 2 lakhs is equal to A into A ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1.05 the whole raised to 20 minus 1 divided by 0.05. Okay. So calculatorle എന്താണ് 1.05 into h equal to 2 times 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 then minus 1 then divided by 0.05. So കിട്ടുന്ന വാല്യൂ നേരെ m plus ഇടുക. then ഇവിടെ നമുക്ക് a എന്ന് പറഞ്ഞാൽ 2 lakh divided by കിട്ടിയ വാല്യൂ ആണ്. so 2 lakh divided by MRC. so എത്ര കിട്ടും? 60. A is equal to, so calculate നമ്മൾ in between step എഴുതി സമയം കളയരുത് എക്സാമിന്. സോ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് എഴുതാത്തത്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് സോ ദാറ്റ് മീൻസ് 0.something കുറേ ഒരു 4-5 ടൈം എഴുതുന്നുണ്ട്. പ്രത്യേകിച്ച് മാർക്കില്ല, നമുക്ക് വർക്കിംഗ് നോട്ട്സിന് മാർക്കില്ല. സോ ബെറ്റർ കാൽക്കുലേറ്ററിൽ തന്നെ സ്പീഡാക്കി എടുക്കുക. കാൽക്കുലേറ്റർ അല്ലാണ്ട് വേറെ ഒന്നും യൂസ് ചെയ്യരുത് ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ. സോ A is equal to കിട്ടും 6048.5. Okay, so ഇവിടെ നോക്കുകയാണെങ്കിൽ 6049 round off to 6049. Okay, so 6049. Okay, to nearest answer like choose here. Okay, next question. Raja aged 40 wishes his Rani to have rupees 40 lakhs at his death. Okay. His expectation of life is another 30 years and starting equal annual investments commencing now at 3% compound interest. How much should he invest annually? That means so എത്രയാണ് 30 വർഷം കഴിഞ്ഞിട്ട് എന്ത് വേണം? 40 lakhs rupees വേണം. അതെന്താണ്? ഇൻവെസ്റ്റ്മെന്റ് എന്ന് തുടങ്ങാണ് now. So that means equal annual investment. That means annuity ആണ്. annuity regular ആണോ ഡ്യൂ ആണോ അറിയേണ്ട വേർഡ് നമുക്ക് കിട്ടി. commencing from now. That means നമുക്ക് എന്താണ് ഏതാണ് future value of annuity due. future value of annuity due. So formula എന്താണ്? ANI is equal to A into 1 plus I the whole raised to n minus 1 divided by I. So due ആയതുകൊണ്ട് into 1 plus I. Okay. So നമുക്കറിയാം ഫ്യൂച്ചർ വാല്യൂ എത്രയാണ്? 40 lakhs. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 40 lakhs is equal to A into നമുക്ക് ഓരോ വർഷം എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. A into എത്രയായിരുന്നു? interest rate 3%. So 1.03 the whole raised to 30 minus 1 divided by 0.03 into 1.03. Okay. So ഇത് ഒറ്റയടിക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. വാല്യൂ ഇൻ ബിറ്റ്വീൻ വാല്യൂ എഴുതാൻ നിൽക്കരുത്. നമുക്ക് എക്സാം എഴുതാനുള്ള ടൈം ഇല്ല. ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണിത്. സോ 1.03 into 2 times 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. Then minus 1, immediately minus 1, then divided by 0.03, then into 1.03 equal അടിക്കുമ്പോൾ കിട്ടുന്നത്. സോ അത് നേരെ m plus ചെയ്യാം. നമുക്ക് വേണ്ടത് A is equal to 4 lakh divided by, so 4 lakh അല്ല 40 lakh. 40 lakh divided by memory recall കിട്ടുന്നത് 81,628 point something. 81,628.19. So that means നമുക്ക് എന്തെടുക്കാം?
81,628. Round off to 81,628. Then next one. A's father wishes to have rupees 75,000 in a bank account when his first college expenses begin. How much amount his father should be deposit now at 6.5% compounded annually? Okay. So that means ഇവിടെ 75,000 രൂപ എന്നാണ് വേണ്ടത്. 75,000 രൂപ വേണം എന്നാണ് കോളേജ് എക്സ്പെൻസസ് 8 years hence. That means after 8 years അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര വേണം? 75,000. ദാറ്റ് മീൻസ് ഇതെന്താണ്? ഫ്യൂച്ചർ വാല്യൂ. ഇനി നമുക്കറിയേണ്ടത് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ ആണോ, ആനുവിറ്റി ഡ്യൂ ആണോ, അല്ലെങ്കിൽ സിംഗിൾ ക്യാഷ് ഫ്ലോ ആണോ? ഓക്കെ. സോ ഡെപ്പോസിറ്റ് നൗ എവറി ഇയർ എന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും പറയുന്നില്ല. ദാറ്റ് മീൻസ് എന്താണ്? ഒരു സിംഗിൾ ഡെപ്പോസിറ്റ് ഇയാൾ ഇപ്പോൾ നടത്തുന്നു. 8 വർഷം കഴിയുമ്പോഴേക്ക് എത്ര കിട്ടണം? 75,000. ദാറ്റ് മീൻസ് എന്താണ്? പ്രസന്റ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് സിംഗിൾ ക്യാഷ് ഫ്ലോ. സോ ഫോർമുല എന്താണ്? F is equal to present value അല്ലെങ്കിൽ cash flow into 1 plus I the whole raised to n. Okay, 75,000 is equal to നമുക്ക് cash flow ആണ് കണ്ടുപിടിക്കുന്നത് into 1.065 the whole raised to 8. Okay, so cash flow അല്ലെങ്കിൽ present value കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കാൽക്കുലേറ്ററിൽ മാത്രം ചെയ്യുക. 1.065 into 2 times 2 3 4 5 6 7 8 നേരെ കിട്ടിയ വാല്യൂ പ്ലസ് ചെയ്യുക. ബിക്കോസ് 75 ഡിവൈഡഡ് ബൈ MRC അടിക്കുക. ആൻസർ 45,317. 45,317.34 എന്നാണ് വരുന്നത്. സോ ഏറ്റവും അടുത്ത് വരുന്നത് 45,317. ഓക്കെ. Then next one. A company may obtain machinery by leasing it for 5 years at an annual rent 2,000 or by purchasing machinery for rupees 8,100. Okay, so machinery ഒന്നുകിൽ എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാം 8,100 അല്ലെങ്കിൽ ലീസിന് എടുക്കാം. 2,000 per annum rent. Okay, എത്ര വർഷത്തേക്കാണ്? 5 വർഷത്തേക്ക് അല്ലേ. സോ ഇവിടെ ഒറ്റടിക്കരുത് 5 വർഷം. അതായത് ഇപ്പം പർച്ചേസ് ചെയ്താൽ 8,200 ആകത്തുള്ളൂ. 5 വർഷം കൊണ്ട് 10,000 കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പർച്ചേസ് ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല. ഇതെന്താണ്? പർച്ചേസ് ചെയ്യാൻ ദാറ്റ് മീൻസ് റൈറ്റ് നൗ ഔട്ട്ഫ്ലോ ആണ്. ഔട്ട്ഫ്ലോ അത് പ്രസന്റ് വാല്യൂ ആണ്. പ്രസന്റ് വാല്യൂ. സോ ദെൻ ഈ പറയുന്ന ഔട്ട്ഫ്ലോയുടെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഏതാണ് ബെറ്റർ നോക്കും. ഓക്കെ. സോ ദാറ്റ് മീൻസ് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ലീസ് എല്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസന്റ് വാല്യൂ V is equal to A into PNI. ഓക്കെ. ഇവിടെ എത്രയാണ്? 2,000 into PNI കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എത്രയാണ്? ഇൻട്രസ്റ്റ് റേറ്റ് 18%. ദാറ്റ് മീൻസ് PNI കണ്ടുപിടിക്കാനായിട്ട് പ്രസന്റ് വാല്യൂ ഫാക്ടർ 1 divided by 1.18. എത്ര വർഷത്തേക്കാണ്? 5 വർഷത്തേക്ക് അല്ലേ. സോ 1 divided by 1.18 equal to 5 times 1 2 3 4 5. ഓക്കെ. GT അടിക്കുക. റേറ്റ് 1 divided by 1.18 1 2 3 4 5 GT. then 3 point something എന്ന് വരും. സോ അതേ ഇൻറ്റു 2,000 റേറ്റും 6,000. സോ പ്രസന്റ് വാല്യൂ is equal to 6,254.34. ഓക്കെ. സോ ഇതിന്റെ പ്രസന്റ് വാല്യൂ എത്രയാണ്? രണ്ടും എന്താണ്? ഔട്ട്ഫ്ലോ ആണ്. ഇതിന്റെ പ്രസന്റ് വാല്യൂ എത്ര വരുന്നത്? ഔട്ട്ഫ്ലോ 6,254 വരുന്നത്. 8,100 ആണോ 6,254 ആണോ ഔട്ട്ഫ്ലോ ആണോ ബെറ്റർ? സോ ലീസിംഗ് അല്ലേ. സോ 6,254 കയ്യിൽ നിന്ന് പോകുന്നതാണ് ബെറ്റർ പ്രസന്റ് വാല്യൂ. സോ ലീസിംഗ് ഓപ്ഷൻ ഈസ് preferable. Okay. So then next question. A sinking fund is created for redeeming debenture worth rupees 5 lakh at the end of 2050. That means 25 വർഷം കഴിഞ്ഞിട്ട് after എത്ര വേണം? 5 lakhs വേണം. Okay. 5 lakhs. So that means F അല്ലെങ്കിൽ ANI is equal to A into 1 plus I the whole raised to n minus 1 divided by I. സോ 25 വർഷം കഴിഞ്ഞ് എത്ര വേണം? 5 ലക്ഷം വേണം. 5 ലക്ഷം. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? A കണ്ടുപിടിക്കണം. ഓരോ വർഷവും എത്രയാണ് കൊടുക്കുന്നത് എന്നുള്ളത്.
1.04 the whole raised to 25 minus 1 divided by 0.04. So calculate ചെയ്യാം, വേറെ ഒന്നും യൂസ് ചെയ്യരുത്, ഇൻ ബിറ്റ്വീൻ സ്റ്റെപ്പ് എഴുതാൻ നിൽക്കരുത്. 1.04 into 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. Then minus 1 divided by 0.04. Equal to the M plus E 5 lakh divided by MRC. Number equal to answer. കിട്ടുന്നത് 12,005.98. That means 12,006 round off to 12,006. Then next question. Future value of an ordinary annuity n is equal to a into 1 plus I whole raised to 1 minus 1. Okay, so choice A ആണ് correct answer. So annuity regular future value ANI is equal to A into 1 plus I the whole raised to n minus 1 divided by I. Okay. Then next one. P borrows rupees 20,000. Then loan അല്ലെങ്കിൽ borrow ചെയ്യുക means present value ന്റെ application ആയിരിക്കും. Rupees 20,000. P borrows rupees 20,000 on condition repaid would come compounded 5% annual installment to find the number of years in which debt would be repaid. Okay. So that means P borrows 2,000. നമ്മൾ ഏത് യൂസ് ചെയ്യാം? B is equal to A into PNI. A into PNI. Okay. P is equal to A into PNI. So നമുക്ക് നോക്കാം. B എത്രയാണ്? 20,000. Then A is equal to 2,000 into PNI. So that means 10. 20,000 divided by 2,000. 10 is equal to PNI. ഇപ്പോൾ നമുക്ക് PNI കണ്ടുപിടിക്കാനായിട്ട് എന്താണുള്ളത്? 1 divided by 1.05. Okay. So നമുക്ക് നോക്കിയറിയാം 10 years, 12 years, 14 years, 15 years. Okay. So നമുക്ക് ജസ്റ്റ് ഇത് ട്രയൽ ആൻഡ് എറർ ചെയ്യാം. നമുക്ക് കാൽക്കുലേറ്ററിൽ 1 divided by 1.05 equal to 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്നിട്ട് GK അടിക്കാം. So 7 point something കിട്ടും. So 12 years ആയിരിക്കാൻ ചാൻസ് കുറവാണ്. നമ്മൾ നേരെ 14 years നോക്കാം. 1 divided by 1.05 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. Then GK അടിക്കാം. 9.89 കിട്ടി. So നമുക്ക് 15 കൂടെ ഒന്ന് കൺഫേം ചെയ്യാം. 1 divided by 1.05 1 divided by 1.05 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. GK എടുക്കുമ്പോഴത്തേക്കും 10.3 സംതിങ് വരും. സോ നമുക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് വരുന്ന എത്രയാണ്? ഈ 1 divided by 1.5 14 years എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? 10 ഈക്വൽ അടുത്ത് വരുന്നത്. സോ ആൻസർ 14 years. സോ 14 ഇയേഴ്സിലാണ് നമുക്ക് ഈ പറഞ്ഞ ബോറോ ചെയ്ത് 2,000 വെച്ചിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വെച്ച് 20,000 റീപേ ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രസന്റ് വാല്യൂ. ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിരിക്കുന്നത് പ്രസന്റ് വാല്യൂ of an annuity of rupees payable at the end of each. That means annuity regular. So V is equal to A into PNI. So 1,000 into question number 1.06 the whole raised to 10 തന്നിരിക്കുന്നു. 1.06 the whole raised to 10. Okay. 0.5584 just ഒന്ന് നോക്കാം. 1 divided by 1.06. Okay, നമുക്ക് 1.06 നമുക്ക് ഫോർമുലയിലാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ഷോർട്ട് കട്ട് വെച്ചിട്ട് എന്താണ് കാൽക്കുലേറ്റർ ഷോർട്ട് കട്ട് വെച്ചിട്ട് PNI 1 divided by 1.06 then equal to 1 divided by 1.06 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Then GT. So 6.69 something വരും. So into 1 divided by 1.06 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Then GT 7.36 something 7.36008. Okay, 7.36008. So 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇതൊരു 7,360. 7,360. Okay. So
So ബാക്കി none of these 0.8 0.08 വെച്ച് none of these ആൻസറിലേക്ക് പോകരുത്. മോസ്റ്റ് ഏറ്റവും അടുത്തുള്ള ആൻസർ വരുന്ന ഏതാണോ അത് ചൂസ് ചെയ്യാം. The next question, find the future value. The question തന്നെ പറഞ്ഞിരിക്കുന്നു future value of annuity of 5,000 made annually, 80 years, interest rate compounded annually. So ANI is equal to A into 1 plus I the whole raised to n minus 1 divided by I. So A 5,000 into 1.09 the whole raised to 8 minus 1 divided by 0.09. 1.09 the whole raised to 8 question തന്നിരിക്കുന്നു. So നമുക്ക് നേരെ അപ്ലൈ ചെയ്യാം. 5,000 into 1.03 1.99256 minus 1 divided by 0.09 equal to നമുക്ക് 11.02 something എന്നാണ് വരുന്നത്. 11.02 something. Okay. 11.02844. So calculator into 5,000 എടുക്കുക. ആൻസർ വരുന്നത് 55,142.22. 55,142.22 will be the answer. So then next one. How much amount is required to be invested every year to accumulate rupees 6 lakh at the end of 10 years? If interest is compounded, that means 10 years കഴിയുമ്പം നമുക്ക് എത്ര വേണം? 6 lakhs. That means 6 lakh എന്താണ്? Future value ആണ്. Future value equal to invest every year. So നമുക്ക് എന്ത് ചെയ്യാം? Future value of annuity regular ANI is equal to A into 1 plus I the whole raised to n minus 1 divided by I. Okay. So that means 6 lakh is equal to A into 1 plus I. Okay, 1.1 the whole raised to 10, 1.10 the whole raised to 10 minus 1 divided by 0.10. Okay. So that implies, so already നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതാണ് 1.1 the whole raised to 10 തന്നിരിക്കുന്നു, 2.59374 then minus 1 divided by 0.1. Okay. ഇത്രയാണ് കിട്ടുന്നത്. അത് മെമ്മറി പ്ലസ് ഇടുക. Then 6 lakh divided by MRC. So 37,647. Okay, rounded off to ആണ് 37,647.2 എന്നാണ് വരുന്നത്. 3 എന്നാണ് വരുന്നത്. rounded off to 37,647. So തിരിച്ചു മറിച്ചു ഒക്കെ ക്വസ്റ്റ്യൻ എത്തിക്കും 647, 674. So 37,647. Then next question. Future value of an annuity is 1,000. Okay, find the future value of annuity of rupees 1,000 made annually, every interest. Okay, so future value is ANI is equal to A into 1 plus I the whole raised to n minus 1 divided by I. So ഓരോ ക്വസ്റ്റ്യൻ ഞാൻ എഴുതുന്നത് ഈ ഫോർമുല അറിഞ്ഞിരിക്കണം. ഫോർമുല നോക്കി പറഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ സയന്റിഫിക് അല്ല നമുക്ക് യൂസ് ചെയ്യേണ്ടത്. സോ നമുക്ക് GT ഉള്ളവർ കാൽക്കുലേറ്റർ മേടിക്കാത്തവരുണ്ടെങ്കിൽ GT ഉള്ളവർ കാൽക്കുലേറ്റർ മേടിക്കുക 20 ഡിജിറ്റിൻ്റെ. സോ ബെറ്റർ GT ഉള്ള കാൽക്കുലേറ്റർ മേടിക്കുക. കാസിയോടെ DJ120D ആണെങ്കിൽ നമുക്കൊരു തിരിച്ചും നമുക്ക് ഈ ഒരു ഓർഡർ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ആയിരിക്കും. ചില കാൽക്കുലേറ്റർ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും നമുക്ക് ഓരോന്നും പ്രോസസ്സ് ഡിഫറെൻ്റ് ആണ്. സോ ബെറ്റർ ഒരു GT ഉള്ള കാൽക്കുലേറ്റർ തന്നെ മേടിക്കുക. സോ ഇവിടെ എന്താണ് A equal to 1,000 into 1.14 the whole raised to 5 minus 1 divided by 0.14. Okay. So 1.14 the whole raised to 5 question given ആണ്. നമുക്ക് അതെടുക്ക 1.92541 minus 1 divided by 0.14 equal to, so into 1,000. Right to 6610.07. So answer 6,610 rounded off to 6,610. Then next question. Suppose your parent decided to open a public provident fund account in a bank towards your name with rupees
10,000 every year starting from today. Okay, every year starting from today for the next 16 years. When you receive 8.5% per interest and compounded annually, what is the present value of annuity? What is the present value of annuity? So V is equal to, so present value of annuity due, present value of annuity due, so V is equal to A into PNI plus initial payment. Initial payments. So beginning ulla payment kuda add cheyidal namukku present value of annuity due kittum. So 10,000 into starting from today. So നമ്മൾ എത്ര നാളത്തെ കാര്യം എടുക്കേണ്ടത്? So നമ്മൾ എപ്പോഴും പറഞ്ഞു present value of annuity due means compute as it present value for of annuity regular as if it were for one period short. So നമ്മൾ എന്താണ്, so P എന്നത്രയാണ് 15, I എത്രയാണ് 0.085 പ്ലസ് ഈ പറയുന്ന 10,000. So PNI കണ്ടുപിടിക്കാൻ ഷോർട്ട് കട്ട് എന്താണ്? PNI കണ്ടുപിടിക്കാൻ ഷോർട്ട് കട്ട്, so 1 divided by, so 10,000 into നമ്മൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് 1 divided by 1.085 equal to 15 times then GT. 1 divided by 1.085 equal to 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 then GT. So 8.3 something കിട്ടും into 10,000 ആ കിട്ടുന്നത് plus 10,000. So 39. So answer, final answer 93,402.36. 93,042. Okay. So 93,442 will be the answer. 93,042. Okay. Then next question. Mr. X bought an electronic goods at rupees 1,000. What is the future value of same item? What is the future value of the same item after 2 years? Okay. If so, future value is equal to cash flow present value. Every year an item ആവശ്യമാണ് into 1 plus I the whole raised to n. So എത്രയാണ് 1000 into 1 plus 0.22 the whole raised to ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, semi annually. Okay, so I is equal to 0.22 divided by 2 is equal to 0.11. So 1000 into n എത്രയായിരിക്കും? അതിൽ after 2 years n is equal to 2 into 2 4. So 1.11 the whole raised to 4. Okay. 1.11 into 2 times 3, 4 into 1000. Okay. 1518.07. So ഇത്രയാണ് നമ്മുടെ present value, future value. നമുക്ക് ശ്രദ്ധിക്കാം, ലോൺ അല്ലെങ്കിൽ ബോറോയിങ്സ്, ലോൺ then or borrowings ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പ്രസന്റ് വാല്യൂന്റെ ഫോർമുല യൂസ് ചെയ്യാം. എവറി ഇയർ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ആന്യൂറ്റി അല്ല, ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ആന്യൂറ്റി റെഗുലർ. then every year starting from today എന്നാണ് കണ്ടെങ്കിൽ എന്താണ്? ആന്യൂറ്റി ഡ്യൂ അല്ലെങ്കിൽ ആന്യൂറ്റി ഇമ്മീഡിയറ്റ്. ഓക്കെ, സോ ദെൻ നമ്മൾ ആഫ്റ്റർ സോ ആൻഡ് സോ ഇയേഴ്സ്, ആഫ്റ്റർ എൻ ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കണം, ഫ്യൂച്ചർ വാല്യൂ. ദെൻ സിങ്കിങ് ഫണ്ട് കേസ് വന്നു കഴിഞ്ഞാൽ, സിങ്കിങ് ഫണ്ട് കേസ് വന്നാൽ ദാറ്റ് മീൻസ് സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഇത്ര വർഷത്തിന് ശേഷം നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഡെപ്റ്റിന് വേണ്ടി ഇപ്പോഴേ ഒരു ഫണ്ട് ഇൻട്രസ്റ്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നതാണ്. സോ സിങ്കിങ് ഫണ്ട് കണ്ടാലും ഫ്യൂച്ചർ വാല്യൂ. സോ ദാറ്റ് മീൻസ് ലോൺ അല്ലെങ്കിൽ ബോറോയിങ്സ് പ്രസന്റ് വാല്യൂ, ദെൻ മെഷീനറി പർച്ചേസ് ചെയ്യണോ അല്ലെങ്കിൽ ലീസ് അതെല്ലാം പ്രസന്റ് വാല്യൂ. സോ ഇത്ര വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് എന്ന കേസ് മാത്രമാണ് ഫ്യൂച്ചർ വാല്യൂ വരുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നോക്കിയിട്ട്
എവറി ഇയർ എന്നുണ്ടെങ്കിൽ ആനുവിറ്റി റെഗുലർ, എവറി ഇയർ സ്റ്റാർട്ടിംഗ് ഫ്രം ടുഡേ ആനുവിറ്റി ഡ്യൂ. ദെൻ ഫോർമുല അപ്ലൈ ചെയ്യാം. സോ നമ്മുടെ എക്സാമിന്റെ ഇതാണ്. സോ കണ്ടുപിടിക്കേണ്ടത് പ്രസന്റ് വാല്യൂ ആണോ ഫ്യൂച്ചർ വാല്യൂ ആണോ, ആനുവിറ്റി റെഗുലർ ആണോ ആനുവിറ്റി ഡ്യൂ ആണോ. ദെൻ ഫോർമുല അപ്ലൈ ചെയ്യുക. കാൽക്കുലേറ്ററിൽ തന്നെ ആൻസർ കണ്ടുപിടിക്കുക. ഇൻ ബിറ്റ്വീൻ 0 സംതിങ് വലിയ ഫിഗർ എഴുതി റൗണ്ട് ഓഫ് എഴുതുന്നതിന് മാർക്കില്ല. സോ ബെറ്റർ കാൽക്കുലേറ്ററിൽ എത്രത്തോളം സ്പീഡാക്കി എടുക്കാവോ അത്രത്തോളം സ്പീഡാക്കി എടുക്കുക. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ 4th ചാപ്റ്റർ. നമ്മൾ എല്ലാ ഏരിയാസും ഡിസ്കസ് ചെയ്യുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, എഫക്റ്റീവ് റേറ്റ്, ദെൻ രണ്ടും കൂടെ ഉള്ളത്. ദെൻ നമ്മുടെ ആനുവിറ്റി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആനുവിറ്റി, ആപ്ലിക്കേഷൻസ് ഓഫ് ആനുവിറ്റി, ദെൻ പ്രസന്റ് വാല്യൂ, ഫ്യൂച്ചർ വാല്യൂ, പ്രോബ്ലംസ്. ഓക്കെ, സോ ഏറ്റവും വെയിറ്റേജ് ഉള്ളതാണ്. സോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാം, ഷോർട്ട് കട്ട് ഫോർമുലാസ് പഠിച്ചിരിക്കണം. കാൽക്കുലേറ്ററിൽ തന്നെ, സോ സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യരുത്. ഒരു കാരണവശാലും കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതെ ഈ പറഞ്ഞ ടൈം ലിമിറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാൽക്കുലേറ്ററിന് വാല്യൂ എടുത്ത് എഴുതുന്നതിലും കാര്യമില്ല. കാൽക്കുലേറ്ററിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് സ്പീഡ് ഉണ്ടാക്കി എടുക്കാം. ഓക്കെ, താങ്ക് യു.